കർണാടക സർക്കാരിനെതിരെ ശത്രുസംഹാരയാഗം നടത്തിയെന്ന DK ശിവകുമാറിന്റെ ആരോപണം നിഷേധിച്ച് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ദേവസ്വം. ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ മൃഗബലിയോ മറ്റു പൂജകളോ നടത്താറില്ലെന്നാണ് വിശദീകരണം. ആരോപണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തെ പരിഹസിക്കുന്നതെന്ന് MP ഗോവിന്ദനും ആരോപണം അന്വേഷിക്കുമെന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനും പ്രതികരിച്ചു. DK ശിവകുമാറിന്റെ ആരോപണത്തെ പരിപൂർണമായും തള്ളിക്കളയുകയാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ദേവസ്വം. BJP നേതാവ് യെദ്യൂരപ്പ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ക്ഷേത്ര ദർശനത്തിന് എത്താറുണ്ട്. അത് തെറ്റിദ്ധരിച്ച് ദുർമന്ത്രവാദമെന്ന് വ്യാഖ്യാനിച്ചതാകാമെന്ന് ദേവസ്വം ട്രസ്റ്റി ബോർഡ് മെമ്പർ TT മാധവൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ഇല്ല, ഇന്നാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ അത് ശരിക്കും പൂർണ്ണം 100% വാസ്തവവിരുദ്ധമായ പ്രസ്താവനയാണ്. രാജരാജേശ്വര ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു യാഗം നടക്കാറേ ഇല്ല. ശത്രുസംഹാര പൂജ അവിടെ ഇല്ല. പിന്നെ ക്ഷേത്രത്തിലോ അതിന് പരിസരത്തോ അങ്ങനെ ഒരു പൂജയോ ഒരു മൃഗബലികളോ ഒന്നും നടന്നിട്ടില്ല. അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അല്ലെങ്കിൽ മറ്റേ യെദ്യൂരപ്പയൊക്കെ അവിടെ വരാറുണ്ട്, അതുകൊണ്ട് വലിച്ചിഴച്ചതായിരിക്കാം. കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തെ പരിഹസിക്കുന്നതാണ് ശിവകുമാറിന്റെ ആരോപണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെ തന്നെ പരിഹസിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് നേതാവ് തന്നെ വർഗീയമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അങ്ങനെയുള്ളൊരു ക്ഷേത്രമല്ല. ശിവകുമാറിന്റെ ആരോപണം അന്വേഷിക്കുമെന്നും കേരളത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണിതെന്നും ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കണ്ണൂർ.